ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണയായി നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നത് വീക്കിലിയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീക്കിലി ഗ്രോസറി ഷോപ്പിംഗ് ഡേ ആണ്. എപ്പോഴും നമ്മൾ പോകുന്നത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ന്യൂസിലാൻഡിലെ ലാർജസ്റ്റ് സൂപ്പർ മാർക്കറ്റായ പാക്ക് ആൻഡ് സേവ് ഹൈലാൻഡ് പാർക്കിലാണ്. ഈ ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഒരു 2 months ഒക്കെ ആയിട്ടുള്ളൂ. ഫെബ്രുവരി 25-നാണ് ഇത് ഓപ്പൺ ആയത്. ഇതിനുവേണ്ടി ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് $100 million ആണ്. മാത്രമല്ല ഇവിടെ ഒരു 250ഓളം സ്റ്റാഫ്സും ഉണ്ട്. ഇന്ന് നമ്മൾ പിന്നെ ഇവിടെയൊക്കെ വന്നത് കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. നമുക്ക് വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ തോന്നും. അപ്പോൾ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മളെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെയാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഇവിടെ എന്താ ഒന്നും അറിയില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ സാധനങ്ങൾ എവിടെയൊക്കെയാണുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇവിടെ പിന്നെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടെല്ലാം ഇങ്ങനെ പരതി കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ മുട്ടക്കൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഈ ഷോപ്പിൽ മുട്ടക്ക് ഓഫർ ഉണ്ടെന്ന് നമ്മൾ മുന്നേ കണ്ടിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കിയത് മുട്ടയാണ്. നമ്മളൊരു 3 ബോക്സ് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 12 പീസ് 7 സൈസ് എഗ്ഗിൻ്റെ ബോക്സിന് വരുന്നത് $5.79 ആയിരുന്നേ. നോർമലി ഇതിനൊരു $10 ഒക്കെ നമുക്ക് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഓഫർ ആയതുകൊണ്ടാണ് ഈ റേറ്റ് നമുക്ക് കിട്ടിയത്. പിന്നെ എന്താ ഫ്രൂട്ട്സ് ഏരിയയിലേക്കാണ് പോയത്. കിവി, ആപ്പിള്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കമ്പിളി നാരങ്ങയില്ലേ, അതാണ്. അതിനിവിടെ വരുന്നത് $4.99 ആണ്. പിന്നെ ഇതാ ബ്രൊക്കോളിക്കൊക്കെ 99 സെൻസ് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അത് വാരി പെറുക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഒരാൾ തന്നെ ഒരു 4-5 ഒക്കെ എടുക്കുന്നുണ്ട്. ഓഫർ റേറ്റ് ഇട്ടതാണെങ്കിലും പക്ഷേ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ്. ഒന്നും കേടായതോ അങ്ങനെ ഒന്നും പൊട്ട സാധനങ്ങളൊന്നുമല്ല, എല്ലാം നല്ലത് തന്നെയാണ്. പൊന്നുട്ടിക്കൊരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊടുത്തു. പിന്നെ ഓറഞ്ചില്ലേ, ഓറഞ്ചിന് എല്ലായിടത്തും ഭയങ്കര റേറ്റാണ്. ഒരു $6.99 അല്ലെങ്കിൽ $7 സംതിങ് അങ്ങനെയൊക്കെ അധികം ഉണ്ടാകുന്നത്. പിന്നെ നമ്മളത് കുറച്ചെടുത്തു. പൊന്നിന് ഓറഞ്ച് നല്ല ഇഷ്ടമാണ്. ഇതൊരു 4-5 എണ്ണമൊക്കെ വെച്ചിട്ട് ഒരു ദിവസത്തോട് കഴിക്കും. പിന്നെ അധികം വില കൊടുത്ത് വാങ്ങിയാലും നല്ല ടേസ്റ്റുള്ള നല്ല മധുരമൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. പിന്നെ ഇത് എൻ്റെ കയ്യിൽ കാണുന്ന പച്ച കളറിലെ ഫ്രൂട്ടില്ലേ, അതിൻ്റെ പേരാണ് ഫെജോവ. ഇത് നമ്മുടെ പേരക്കൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ചേട്ടനോ അനിയനോ ഒക്കെ ആയിട്ട് വരും. ഒരു പുളിയും മധുരവും ഒക്കെ കൂടിയുള്ള ടേസ്റ്റാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെയുള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. അതിന് $6.99 ആണ് റേറ്റ് വരുന്നത്. നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇത് ധാരാളം പറിക്കാനുണ്ട്, അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. പിന്നെ തേങ്ങ കണ്ടോ, ഇത് നല്ല ക്ലീൻ ചെയ്ത തേങ്ങയാണ്. സാധാരണ നമുക്ക് ബാക്കിയുള്ള ഷോപ്പിലൊക്കെ കിട്ടുന്നത് പുറത്തിങ്ങനെ ചേരിയൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ ഒരു ഇതായിട്ടുള്ള തേങ്ങ കിട്ടല്. ഇത് പിന്നെ നല്ല ക്ലീൻ ചെയ്ത് അത് ഒരു ചേരിയും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം നല്ല ഉരച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കി എടുത്ത് നല്ല തേങ്ങയാണ്. ഇതിന് 2 എണ്ണം $5 വരുന്നത്. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തു. സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെയുള്ള തേങ്ങ എടുക്കാറില്ല. അധികവും ചിരകിയ ഫ്രോസൺ തേങ്ങ പാക്കറ്റിൽ കിട്ടും, അതാണ് വാങ്ങാറുള്ളത്. ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് അങ്ങനത്തെ തേങ്ങ കുറച്ചൊരു ക്ഷാമമാണ്, അതുകൊണ്ട് പിന്നെ ഇത് വാങ്ങിയിട്ട് ഇത് ചിരകാൻ നമുക്ക് മറ്റേ ചിരാപ്പിലൊന്നുമില്ല, ഒരു കൈ കൊണ്ടുള്ള സ്ക്രാപ്പറുണ്ട്, അത് വെച്ചിട്ട് ചിരകിയിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള തേങ്ങ വാങ്ങാത്ത എന്താ വെച്ചാൽ എപ്പോഴും അത് നമുക്ക് നല്ലത് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. എന്നുവെച്ചാൽ തേങ്ങയല്ല, നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ അല്ലേ അറിയില്ല അത് അതിൻ്റെ ഉള്ളിൽ നല്ലതാണോ മോശമാണോ എന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ കൊണ്ടുവന്ന് അത് കേട് വരാൻ പോകുന്നുണ്ടാവും. എന്നുവെച്ചാൽ അടിയിലോട്ട് ചിരണ്ടി നോക്കുമ്പോൾ അത് ഒരു കേട് ചുവ വന്നിട്ടുണ്ടാവും. ചിലത് പൊട്ടിക്കുമ്പോൾ തന്നെ കട്ടതായിരിക്കും. പിന്നെ നമ്മളെ ലക്ക് പോലെ ഇരിക്കും, അത്രയേ ഉള്ളൂ. കാണുമ്പോൾ പുറമേ കണ്ടിട്ട് നമുക്ക് നല്ലത് നോക്കിയിട്ട് നല്ല കുറച്ച് വലുത് നോക്കി എടുക്കുക. ചിലപ്പോൾ നല്ലത് കിട്ടും, ചിലപ്പോൾ മോശമായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് നല്ല തന്നെയായിരുന്നു, നല്ലത് കാണാൻ പുറത്ത് നല്ലതുപോലെ തന്നെ ഉള്ളിൽ നല്ലത് തന്നെയായിരുന്നു. പിന്നെ പൊട്ടറ്റോക്കൊക്കെ വിലക്കുറവുണ്ടായിരുന്നു. പൊട്ടറ്റോ എടുത്തു, തക്കാളി, ക്യാരറ്റ്, ബനാന അതൊക്കെ എടുത്തു. പിന്നെ മാങ്ങയ്ക്ക് കുറച്ച് വിലക്കുറവുണ്ടായിരുന്നു. സാധാരണ മാങ്ങക്കും ഓറഞ്ച് പറഞ്ഞതുപോലെ $8, $9 അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 2 മാങ്ങ എടുത്തു. പിന്നെ ഒരു പാക്കറ്റ് ചിക്കൻ എടുത്തു. പിന്നെ ഇവിടെ ബ്രെഡ്, ബണ്ണ് അതൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാകും കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളത് പോലെയല്ല,
എല്ലാം ഒരു സോൾട്ട് ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ബ്രെഡിനൊക്കെ ഒരു മധുരവും അങ്ങനെയല്ലേ ഉണ്ടാവില്ലേ, ബന്നും ഒക്കെ അങ്ങനെയല്ലേ. പക്ഷെ ഇത് ഏത് തരം എടുത്താലും മധുരമുള്ളതുണ്ടാവില്ല, എല്ലാം ഒരു സോൾട്ടി ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ പൊന്നിന് നമ്മൾ ആദ്യമേ തന്നെ ട്രോളിയിൽ കയറ്റിയിരുത്തി. ബാക്കിയുള്ള പാക്ക് ആൻഡ് സേവ് സൂപ്പർ മാർക്കറ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെ നമ്മളൊരു ഷോപ്പിൻ്റെ ഒരു പകുതി വരെ നടന്ന് നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തന്നെ മടുത്തു പോയി, ഇനി കുറേ നടന്ന് മടുത്തു. പിന്നെ അവൾ ട്രോളിയിലായതുകൊണ്ട് അത്രയും ഒരു സമാധാനം. ഇല്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ വീട്ടിലേക്ക് പോകേണ്ടി വരും, നമ്മൾ സാധനം മൊത്തം നമുക്ക് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ചൊറയാക്കും. പിന്നെ കുറേ ചോക്ലേറ്റ്സിനൊരു വലിയ സെക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഇതാ പാലും അതുപോലെ തന്നെ കുറേ ടൈപ്പ് പാലുണ്ടാവും, കുറേ തരം. പിന്നെ കോക്കനട്ട് വാട്ടറിനെല്ലാം ഓഫർ ഉണ്ടായിരുന്നേ, അതിന് 2 അങ്ങനെ എത്ര ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ അങ്ങനെ സാധാ തേങ്ങ പൊട്ടിച്ചിട്ടുള്ള വെള്ളമായാലും കരിക്കിൻ്റെ വെള്ളമായാലും ഇതുപോലെ കോക്കനട്ട് വാട്ടർ മേടിച്ചാലും നമ്മൾ നാട്ടിലില്ല ആ ഒരു ടേസ്റ്റേ അല്ല, അങ്ങനത്തെ ആ ഒരു മധുരമോ ആ ടേസ്റ്റ് ഒന്നുമല്ല. നമ്മളൊരു എന്താ പറയുക, ഒരു വിളയാത്ത തേങ്ങേൻ്റെ എല്ലാം വെള്ളം കുടിക്കൂലേ, അങ്ങനത്തെ ഒരു ടേസ്റ്റ് അധികം ഉണ്ടാവില്ല. പിന്നെ അത് ഫ്രഷാണ്, അതുകൊണ്ട് പിന്നെ തണുത്തൊരു വെള്ളം കുടിക്കുന്ന പോലെ അങ്ങ് കുടിക്കുക, അത്ര തന്നെ. പിന്നെ ഒരു തൈരെടുത്തു. പിന്നെ ഇതെല്ലാം കുറേ യോഗേർട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെപ്പോലെ നല്ല പുളിയുള്ള തൈര് അങ്ങനെ ഉണ്ടല്ലോ, അധികം യോഗേർട്ട് തന്നെയാണുള്ളത്. പിന്നെ ഡ്രിങ്ക്സാണുള്ളത്. ഡ്രിങ്ക്സ് മിറിണ്ട, കൊക്കക്കോള, സ്പ്രൈറ്റ് അതൊക്കെ ഉണ്ട് കുറേ, മൗണ്ടൻ ഡ്യൂ അതൊക്കെ. അതിനൊക്കെ ഇങ്ങനെ വീക്കെൻഡ്സിലൊക്കെ ഓഫർ ഉണ്ടാവും. പിന്നെ ഐസ്ക്രീംസ്, പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഫ്രോസണായിട്ടും കിട്ടും കേട്ടോ. അതുപോലെ ഫ്രോസൺ പാക്കറ്റിലായിട്ട് ഒരുവിധം എല്ലാ വെജിറ്റബിൾസും, ക്യാരറ്റ്, പിന്നെ ബ്രോക്കോളി, അങ്ങനെ മിക്സഡ് വെജിറ്റബിൾസായിട്ട്, പിന്നെ ഹാഫ് കുക്ക്ഡ് ഉണ്ടാവും. പിന്നെ നഗറ്റ്സ്, പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ ഫ്രോസണാണ്. ഫ്രോസൺ തന്നെ ഒരുപാട് ഏരിയ ഉണ്ടാവും. പിന്നെ ഫിഷ് ഐറ്റംസ് അങ്ങനത്തെ ഉണ്ടാവും, പ്രോൺസ്, ഫിഷ്. നമ്മുടെ നാട്ടിലുള്ള അയില, മത്തി അതൊക്കെ ഇവിടെ കിട്ടും എന്നുവെച്ചാൽ ഫ്രോസണായിട്ട്. നമ്മൾ പിന്നെ മീൻ അധികം അങ്ങനെ വാങ്ങാറില്ല, എന്താ വെച്ചാൽ ഇത് നമുക്ക് കൊണ്ടുപോയി കുക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. ആ സ്മെല്ല് എത്ര ചെയ്താലും എന്ത് ചെയ്താലും ആ സ്മെല്ല് പോവുകയില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവർക്കാണ് ആ സ്മെല്ല് വേഗം മനസ്സിലാവുക. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു മോശം സ്മെല്ലായിട്ട് തോന്നില്ല. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും കയറി വരുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അതുകൊണ്ട് മീൻ എപ്പോഴെങ്കിലും അങ്ങനെ വാങ്ങാറില്ല, വാങ്ങിയാൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് കൂട്ടി തീർക്കുന്ന പോലെ ആക്കും. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെക്കലോ അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് ചൂടായി കഴിക്കുക അതൊന്നും നടക്കില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം മേടിച്ചതിനെക്കാട്ടി സ്മെല്ലായിരിക്കും പിറ്റേ ദിവസം അത് എടുക്കുമ്പോഴത്തേക്ക്, അങ്ങനെ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ മറ്റുള്ള ഫിഷ് മാർക്കറ്റിനെക്കാളും മീൻ വില അധികമായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു ബില്ലടിക്കാൻ പോവാണ്. ഇവിടെ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും സെൽഫ് ചെക്കൗട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഈസി ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് വേണ്ട സാധനങ്ങളെടുത്ത് നമ്മൾ തന്നെ ബില്ലടിച്ച് വേഗം നമുക്ക് അധികം ക്യൂലൊന്നും നിൽക്കണ്ട, വേഗം എടുത്ത് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.